ഗൈസ് പാസാദി മൂവി കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂർ രവികൃഷ്ണ തിയേറ്ററിൽ നിന്നാണ് പടം കാണുന്നത്. പടത്തിന് ആളുകൾ വളരെ കുറവായിരുന്നു, കാരണം ഇന്ന് ഒരുപാട് പടങ്ങളുണ്ട്. നരിവേട്ട, ഉജ്ജ്വലൻ, ആസാദി, പിന്നെ തമിഴ് മൂവീസ് ഉണ്ട്, ACE ഉണ്ട്, പിന്നെ വേറെ രണ്ട് മൂവീസ് തമിഴ് മലയാളം മൂവീസ് ഉണ്ട്. അപ്പോൾ പിന്നെ തുടരും ഇന്നും ശക്തമായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു. ഞാൻ ഇതിൻ്റെ പടത്തിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഞാൻ ഈ പടം കാണാൻ പ്ലാൻ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാം ഒരു ദിവസം ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും പടം കണ്ടു. പടത്തിന് 50% ആളുകളുണ്ടായിരുന്നു, അതങ്ങനെ പറയാം. അപ്പോൾ തിയേറ്ററുകളും കുറവാണ്. വളരെ കുറച്ച് തിയേറ്ററുകളെ പടമുള്ളൂ എന്ന് തോന്നുന്നു. ഇത്രയധികം പടങ്ങൾ ഇന്ന് 6 പടമായിട്ട് റിലീസുണ്ട്. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട, കാണാൻ ആഗ്രഹിച്ചൊരു മൂവിയാണ്. അതുപോലെ തന്നെ ശ്രീനാഥ് വാസി എന്നൊരു ആക്ടർ നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്തായാലും പടം കാണാൻ വിചാരിച്ചില്ല. പിന്നെ വാണി വിശ്വനാഥനെ കാലങ്ങൾക്ക് ശേഷം ത്രൂ ഔട്ട് സീനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ലാലുണ്ട്. അപ്പോൾ ജോ ജോർജ് സംവിധാനം ചെയ്ത മൂവിയാണ്. ആൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. ഇതിനു മുമ്പ് അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ആൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ സാഗർ ഹരിയാണ് ഈ പടത്തിൻ്റെ റൈറ്റർ. നല്ല റൈറ്റിംഗ് ആണ്. ഇത് ഈ ബേസ്ഡ് മൂവീസൊക്കെ നമ്മൾ പലത് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇത് വളരെ രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് അല്ല, ഈ ടൈപ്പ് ഓഫ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതായിട്ടൊരു ബന്ധപ്പെടാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സനി സ്റ്റാൻലിയാണ് ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി. നല്ല രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാമറയൊക്കെ മുകളിൽ നിന്നൊക്കെ കുറേ ഷൂട്ടൊക്കെ ഉണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഇൻ്റർവെല്ലിൻ്റെ പേര് എഴുതി കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഇൻ്റർവെൽ മീൻസ് ഒക്കെ രസമായിട്ടുണ്ട്. കുറേ സംഭവങ്ങളുണ്ട് ടെക്നിക്കലി. അപ്പോൾ നൗഫൽ എഡിറ്റർ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ 11 മിനിറ്റ് പടമുള്ളൂ. ബോറടിക്കാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പടം ഒരു സമയം നല്ല ഹൈ മൊമെൻറ്റിൽ പോവും, പിന്നെ ഇടയ്ക്കും താഴും, പിന്നെ മൊമെൻറ്റിലും. പക്ഷെ അത് ക്ലൈമാക്സിൽ നല്ല രസമാക്കിയിട്ട് അവസാനിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രീനാഥ് വാസിയുടെ അതിഗംഭീരമായ പെർഫോമൻസ് ഈ പടത്തിൽ കാണാൻ പറ്റി. ആളറിയാം നമുക്ക്. ആൾ ഒരുപാട് പടങ്ങളിൽ പെർഫോം ചെയ്തിട്ടുള്ളതാണ്. ഫിലിമിൽ, ഫാമിലി ലൈഫിലും ആളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ലാലിന്ന് ശിവൻ എന്ന് പറഞ്ഞ റോളാണ് ചെയ്യുന്നത്. പാർട്ടിയുടെ പഴയ മെയിൻ ആളാണ്. ഗുണ്ടാന്നൊക്കെ പറയില്ല നമ്മൾ. ഒരു ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഫൈറ്റൊക്കെ വളരെ നാച്ചുറലി ഫീലിലാണ് കാണിക്കുന്നുള്ളത്. ഇത് ആളെന്താണെന്ന് പറയേണ്ട കാര്യമില്ല, ഫൈറ്റിൽ കാണിക്കുന്നില്ല. കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കിഡുവാണ്. പിന്നെ രവീണ അതിൽ അഭിനയിക്കുന്ന നായിക അടിപൊളിയായിട്ട്. ആൾ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. ആൾ മിണ്ടാത്തൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. സൈജ് കുറുപ്പ്. കുറച്ച് സമയമുള്ളൂ. ഇത് ഫിലിമിൽ റിലേറ്റഡ് ആവേണ്ട കാര്യമില്ല, കൊണ്ടുവരേണ്ട റോളൊന്നും അല്ലത്. പക്ഷേ ആൾ ആ കൊടുത്തുള്ള റോള് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. വാണിശ്നാഥിൻ്റെ ഒരു തീപ്പൊരു പെർഫോമൻസ് കാണാൻ പറ്റി. പണ്ടത്തെ പെർഫോമൻസിൽ എത്തിയില്ലെങ്കിൽ കൂടി ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. ആൾ നമുക്കറിയാലോ അതിൽ. പിന്നെ അബിൻ നന്നായി ചെറിയ റോളുള്ള രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊപ്പം ഒരു ടീമായിട്ട്. TG രവി കസർത്തിയുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റിൻ്റെ റോളാണ്. അത് പൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശോഭിതയിലൊക്കെ. അങ്ങനെ പിന്നെ ജിലു ജോസഫ് അടിപൊളി ഒരു നേഴ്സിൻ്റെ റോള് ചെയ്യുന്നു. അപ്പോൾ ഈ പടം നിങ്ങൾ സൗന്ദര്യ അർദ്ധരാത്രിയിൽ എന്ന മൂവി കണ്ട ആളുകൾക്ക് ഈ പടം പെട്ടെന്ന് കണക്റ്റ് ആവും. അതൊരു മിഷൻ പ്ലാൻ ചെയ്തിട്ട് നടപ്പിലാക്കുന്നതാണ്. ഇതൊരു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പ്ലാൻ ചെയ്തിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അതിലിപ്പോൾ പാർട്ടി, രാഷ്ട്രീയം, അതുപോലെ തന്നെ ഒരു റിവഞ്ച് ഒക്കെ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നേരിട്ട് ഒരുപാട് ആളുകളുണ്ട്, ശത്രുക്കളുണ്ട്. അതൊന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് ഇവർ പുറത്ത് കൊണ്ടുവരണം. അതാണ് സംഭവം. അത് നല്ല രീതിയിൽ രസമാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി സപ്പോർട്ടിന് വേണ്ടുന്ന ആളുകൾ, അവരായിട്ട് കണക്ഷൻ കൊണ്ടുവരുന്ന ഫിലിമിൽ. അതുപോലെ ശ്രീനാഥ് വാസി തന്നെ പറയുന്നുണ്ട്, ഈ പടത്തിലെ ക്യാരക്ടർ പറയുന്നുണ്ട്, 99% നടക്കാത്തൊരു സംഭവമാണ്. പക്ഷെ 1% ആയതിൻ്റെ 1% നമ്മൾ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇൻ്റർവെല്ലിന് മുമ്പ് തന്നെ ഇവരെ ഫുൾ പ്ലാനിങ്സ് ഇവരെ പോലീസ് അറിയുന്നുണ്ട്, ഇവർ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം ഇവർ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ക്ലൈമാക്സിൽ നല്ലൊരു ട്വിസ്റ്റ് അവിടെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന്. അപ്പോൾ അതൊരു രസമായിട്ടുള്ളൊരു രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളും ജോ ജോർജിൻ്റെ ആദ്യത്തെ മൂവിയാണ് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പടത്തിൽ അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സുകളുണ്ട്. പിന്നെ പടം ഞാൻ പറഞ്ഞല്ലോ നല്ല ഹൈയിൽ കയറിപ്പോയിട്ട് പിന്നെ ഇടയ്ക്ക് ഡൗണോ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം പടത്തിനുണ്ട്. അല്ലാന്നിരുന്നെങ്കിൽ ഇതൊരു വേറെ ലെവൽ മൂവി ആയിരുന്നു. സംഭവം സിമ്പിൾ സബ്ജക്റ്റ് ആയാലും പടം ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ ഇതിൽ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ രസമായിട്ട് തോന്നി. കാസ്റ്റിങ്ങൊക്കെ നന്നായിട്ടുണ്ട്. പെർഫോമൻസുകൾ അഴിഞ്ഞാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാഥ് വാസി, ലാല്, വാണി വിശ്വനാഥ് രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ മൂവി. വലിയ സംഭവം എന്നല്ല പറയണം, പക്ഷേ നമുക്ക് കാണാനുള്ള സംഭവമുണ്ട്. ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞ് പുറടിക്കാണ്ട്
കാണാനുള്ള നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സാധനമുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു മിഷൻ നടപ്പിലാക്കുകയാണ്. ആ മിഷൻ്റെ പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ വരുന്നത്. അത് വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.